കൂപ്പുകരങ്ങളോടെ ധാരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് സ്നേഹത്തോടെ കർത്താവിനെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. സങ്കീർത്തകനോട് ചേർന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. 43-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വചനങ്ങൾ. അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ, അവ എന്നെ നയിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ പ്രകാശവും സത്യവും എന്നെ നയിക്കട്ടെ. അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ. സങ്കീർത്തകൻ പറയാണ്, കർത്താവേ, അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യവും എന്നിലേക്ക് അയക്കണമേ, അവ എന്നെ നയിക്കട്ടെ. അപ്പോൾ അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ. കർത്താവേ, നിന്റെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെ നീ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ മനോഭാവങ്ങളെല്ലാം നിന്റെ വചനത്താൽ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരമാനന്ദം അങ്ങിലാണെന്ന്, പൂർണ്ണമായ ആനന്ദം അങ്ങിലാണെന്ന് വിശ്വസിക്കാൻ, ചിന്തിക്കാൻ, ആലോചിക്കാൻ, തീരുമാനിക്കാനൊക്കെ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം തരണമേ, ചിന്തകൾക്ക് വെളിച്ചം തരണമേ. കർത്താവേ, നിന്റെ വചനം ഞങ്ങളുടെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണല്ലോ. നിന്റെ വചനത്താൽ ഇപ്പോൾ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നല്ല തെളിഞ്ഞ ബുദ്ധി നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ബലമുള്ള മനസ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനെതിരെ നിൽക്കുന്ന, മനസ്സിന്റെ ബലം കളയുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നമ്മളെ വചനത്താൽ വിശുദ്ധീകരിക്കണമെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. നിരാശകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയാം, ഭയം കൊണ്ട് മനസ്സ് നിറയാം, ആകുല ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയാം, നിരാശ നിരന്തരം നമ്മുടെ മനസ്സിനെ ഭരിക്കാം, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ കൊണ്ട് നിറയാം, അഹങ്കാര ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സ് നിറയാം, പ്രതികാര ചിന്ത കൊണ്ട് നിറയാം, ദുരാശകൾ കൊണ്ട്, ജഡികാസക്തികൾ കൊണ്ടൊക്കെ നമ്മുടെ മനസ്സിനെ നിറയ്ക്കാം. നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവം, നിന്റെ വചനം എല്ലാം നവീകരിക്കുന്നതാണല്ലോ, നിന്റെ വചനം എല്ലാം പുനഃസൃഷ്ടിക്കുന്നതാണല്ലോ നിന്റെ വചനം. കർത്താവേ, ഞങ്ങളുടെ പഴയ ഹൃദയം, വെടിപ്പില്ലാത്ത ഹൃദയം, മനസ്സ്, മനോഭാവങ്ങളെ നീ വിശുദ്ധീകരിച്ച് ഒരു പുതിയ ഹൃദയം തരാൻ പറ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നല്ലേ കർത്താവേ നീ പറഞ്ഞു. കർത്താവേ, ഞങ്ങൾ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ, പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. വചനത്താൽ വെണ്മയുള്ളതാക്കി ഞങ്ങളെ മാറ്റണമേ, വചനത്താൽ വെണ്മയുള്ളതാക്കി ദൈവമേ ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങുമ്പോൾ അത്ഭുതകരമായ ദൈവസാന്നിധ്യത്തിലേക്കും ദൈവിക ഇടപെടലിലേക്കും നമ്മളെ കൈപിടിച്ചുയർത്തും. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ,
അൾത്താരയിൽ പ്രഘോഷിക്കപ്പെട്ട ദൈവവചനത്തോട് ചേർന്ന് ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 4 ചുമർക്കെട്ടിനുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ സാന്നിധ്യത്തോട് ചേർന്ന് കർത്താവെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങൾ, ഭവനത്തിന്റെ അന്തരീക്ഷങ്ങൾ, അതിൽ നിന്നോളം പ്രഘോഷിക്കപ്പെട്ട പറയപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ അത്ഭുത സാന്നിധ്യത്തോടും ശക്തിയോടും ചേർന്ന് തമ്പുരാനെ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. വചനത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമല്ലോ. വചനാത്മാവും ജീവനുമാണല്ലോ. സന്ധിബന്ധങ്ങളെ തുളച്ചു കയറുന്നതാണല്ലോ. മജ്ജയിലും മാംസത്തിലും ഇറങ്ങി പ്രവർത്തിക്കുന്നതാണല്ലോ. അസ്ഥികൾക്ക് ജീവൻ നൽകുന്നതാണല്ലോ നിന്റെ വചനം. ദൈവമേ, ഉണങ്ങി വരേണ്ട അസ്ഥികൾക്ക് ജീവൻ നൽകുന്ന നിന്റെ വചനം ഇപ്പോൾ ഈ മക്കളുടെ ജീവിതങ്ങൾക്കൊക്കെ ജീവൻ നൽകട്ടെ. മനസ്സ് തളർന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ട സൗഖ്യം നിന്റെ വചനത്തിന്റെ അത്ഭുത സാന്നിധ്യം കൊണ്ട് ഇപ്പോൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈശോയിലേക്ക് തുറന്ന് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങേക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന്റെ അത്ഭുത സാന്നിധ്യത്തോടും ശക്തിയോടും ചേർന്ന് നിന്നുകൊണ്ട് യോഹന്നാൻ 1:14 വചനത്തിന്റെ അത്ഭുത ശക്തിയോട്, യോഹന്നാൻ 1:1 വചനത്തിന്റെ അത്ഭുത സാന്നിധ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവേ, ഈ മക്കളിലേക്ക്, ഇവിടെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം മാംസം ധരിക്കട്ടെ. അത് മാംസം ധരിക്കുമ്പോൾ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇവിടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. രോഗികളായിരിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ വചനം സൗഖ്യമായിട്ട് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നിരിക്കുന്ന മനസ്സുമായിരിക്കുന്ന മക്കളുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ വചനം അതിശക്തമായിട്ട് ഇപ്പോൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശപ്പെട്ടിരിക്കുന്ന മക്കളിലേക്ക് പ്രത്യാശയുടെ വചനം ഇപ്പോൾ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണഭയം വേട്ടയാടുന്ന മക്കളിലേക്ക് ജീവന്റെ വചനം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയത്തിലായിരിക്കുന്ന മക്കൾക്ക് കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ വചനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിന്റെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ അവസ്ഥയിൽ കിടക്കുന്ന മക്കളിലേക്ക് വിശുദ്ധിയുടെ വചനം ഇപ്പോൾ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്നുള്ള വചനം ഇപ്പോൾ ഈ മക്കളിൽ മാംസം ധരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യേശ്വരുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും ഇതാ നിങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ദൈവമേ, ഈ വിഷയങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണമേ. ഈ മക്കൾ നിന്റെ മുമ്പിലിരുന്ന് ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ തമ്പുരാനെ, ഈ വ്യക്തികളുടെയും ഈ കുടുംബങ്ങളുടെയും ജീവിതത്തിൻ്റെ മേൽ നിന്റെ അത്ഭുതകരമായ ഇടപെടൽ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ.